എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൊടിത്തൂവ അഥവാ ചൊറിയണം വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഓരോ നാട്ടിലിതിന് ഓരോ പേരാന്ന് പറയുന്നത്. പത്തില തോരനിൽ വെച്ച് പ്രധാനിയാണ് ഈ കൊടിത്തൂവ. അത്ര ഗുണമുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ പറിച്ച് ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്തതാണ്. ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ നമുക്കിത് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല ഈ കൊടിത്തൂവ. അപ്പോൾ ഇത് അഥവാ നമ്മൾ എടുക്കുമ്പോഴും കൈയുടെ പുറകുവശത്ത് കൊണ്ടല്ലാന്ന് ഇത് നമുക്ക് നല്ല ചൊറിച്ചിലുണ്ടാവുന്നത്. കർക്കിടക മാസത്തിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഈ ഇലത്തോരൻ. ഇത് പറിക്കുന്നതിന് മുമ്പ് കയ്യിൽ വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതി. പിന്നെ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഇല ഇതുപോലെ ഒന്ന് ഞെരടി വേണം എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു മുള്ളു പോലെ ഉണ്ടാവും ഇതിലേക്ക്. അതും പിന്നെ ഈ തൂവയും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനെല്ലാം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ആയുർവേദത്തിൽ ഇതിന് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. വേരടക്കം ചതച്ച് പാലിൽ മൂലം പാൽ കഷായം ഉണ്ടാക്കി കുടിക്കാറുണ്ട് അത്ര ഗർഭിണികൾക്ക് സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് പണ്ടൊക്കെ. ഇപ്പോഴങ്ങനെ ആരും സഹിക്കുന്നതായിട്ട് അറിയില്ല കേട്ടോ. ഇത് മഴക്കാലത്ത് മാത്രമാണ് നമ്മളെ തൊടികളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിത് ഇതെങ്ങനെ ഉപ്പേറിന് ഉണ്ടാക്കി നോക്കാം. ഇതിനു വേണ്ടി ഞാനിതാ കുറച്ച് തേങ്ങയും 4-5 കാന്താരി മുളകും അത് അവരവരുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. ഞാൻ മിക്സിയിലൊന്നും ചതക്കുന്നില്ല കേട്ടോ. പണ്ടൊക്കെ ഇതുപോലെ ആണ് ചതച്ചെടുക്കാറ്. അത്ര മാത്രം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. വെളുത്തുള്ളി ഒരു ചിരട്ടത്തവി വെച്ചിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങ ചിരകിയ ചിരട്ടിയുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ചതച്ച് കൊടുത്താൽ മതി. പിന്നെ മിക്സിയിലൊക്കെ അടിക്കുമ്പോൾ തേങ്ങ ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞു പോവും. അതല്ല കേട്ടോ ഇതിന് ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഈ തേങ്ങയും കൂട്ടി ഒന്ന് ചതച്ച് കൊടുക്കാം. കൊടിത്തുവയ്ക്ക് പിന്നെ ഒരു ഗുണം കൂടിയുണ്ട്. നമുക്ക് ശ്വാസം മുട്ട്, അതായത് കഫം ഇല്ലാതാക്കാൻ ഒരുപാട് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടകത്തിൽ ഇതിൻ്റെ തോരൻ വെച്ച് കഴിക്കുന്നത് പ്രധാനമായിട്ട് പറയുന്നത്. 10 ഇലകളിൽ ഏറ്റവും ഔഷധ ഗുണമുള്ളതാണ് ഈ ചൊറിയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കഴിക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അത് ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടുക് പൊട്ടി വരുമ്പം നമുക്കിതിലേക്ക് കറിവേപ്പില, പിന്നെ ഒരു സവോള ചെറുതായി കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇത് സവോള അധികം ചുമന്ന് കളറൊന്നും ആവണ്ട. ഇതൊന്ന് വാടിയാൽ മതി കേട്ടോ. ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിനി തേങ്ങ കൂട്ടി ചേർത്ത് കൊടുക്കാം. തേങ്ങക്കൂട്ട് വേണമെങ്കിൽ ഇലയുടെ കൂടെ മിക്സ് ചെയ്തിട്ടും ചേർക്കാം. ഞാൻ ആദ്യം ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്ന് സവോളയുടെ കൂടെ യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇലകൾ ചേർത്ത് കൊടുക്കാം. കൊടിത്തുവ തോരൻ ഉണ്ടാക്കാൻ നമുക്ക് വെറും 1-2 മിനിറ്റ് മാത്രം മതി കേട്ടോ. പക്ഷേ ഇത് മുറിക്കാനും പറിച്ചെടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയെടുത്താൽ പിന്നെ ഇതിന് ചൊറിച്ചിലൊന്നുമില്ല. അപ്പോൾ സാധാരണ എല്ലാവർക്കും തോന്നും ഇതിൻ്റെ തോരനൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാവില്ലെന്ന്. പക്ഷെ ഒന്നുമില്ല കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കുന്ന 10 ഇല തോരനിൽ ഏറ്റവും ഗുണമുള്ളതും സ്വാദുള്ളതും ഈ ചൊറിയണത്തിൻ്റെ ഇലത്തോരനാണ്. ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാനിത് രാവിലെ കഴുകി അരിപ്പയിലിട്ടതാണ്. ഇപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇലയൊക്കെ. അതുകൊണ്ടാണ്. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം, 1 മിനിറ്റ് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തോരനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായി ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. നിങ്ങളിത് കഴുകി ഉടനെ മുറിക്കുന്നതാണെങ്കിൽ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഒന്ന് അടച്ച് വെച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് 1 മിനിറ്റ് പോലും അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.